ദ്യാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. ഒരു റെസൊല്യൂഷനും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ന്യൂ ഇയറിൽ എടുത്തിരിക്കുന്ന റെസൊല്യൂഷൻ. അതുകൊണ്ട് ഈ ന്യൂ ഇയർ വളരെ സ്ലോ സ്റ്റാർട്ട് തുടങ്ങുകയാണ്. 2 ആഴ്ചത്തെ അവധിയൊക്കെ ഓടിപ്പോയി. സ്കൂളും ഓഫീസും ഒക്കെ തുറക്കാനായിട്ട് ഇനി 3 ദിവസം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. പുതിയ റെസൊല്യൂഷനൊന്നും ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വിട്ടുവീഴ്ചയില്ല കേട്ടോ. വീട് വൃത്തിയാക്കലും ഭക്ഷണം ഉണ്ടാക്കലും, രാവിലെ തന്നെ ഡിഷ് വാഷറൊക്കെ എംപ്റ്റി ചെയ്ത് വെക്കുന്നുണ്ട്. പുതിയ യാത്രകളൊന്നും ചെയ്തില്ല, പക്ഷേ പുസ്തകങ്ങൾ വായിച്ചു, നല്ല ഭക്ഷണം ഉണ്ടാക്കി, റെസ്റ്റോറൻറ്റിൽ പോയി പുതിയ ഭക്ഷണം ട്രൈ ചെയ്തു, ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിച്ചു. അങ്ങനെ റിലാക്സിങ് ആയിട്ട് 2 വീക്സ് പോയതേ അറിഞ്ഞിട്ടില്ല. ഒരുപാട് സമയം ചിലവഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഉണ്ടാക്കാൻ ഇന്ന് മൂടില്ല. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഓറഞ്ച് ജ്യൂസും ബട്ടർ ടോസ്റ്റഡ് ബേഗിളുമാണ്. 10 മിനിറ്റിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഒരുപാട് നോൺ വെജ് കഴിച്ചത് കൊണ്ട് ഇന്ന് ഏറ്റവും കംഫർട്ടബിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ദാലും ബസ്മതി റൈസും കേർഡും ബോയിൽഡ് എഗ്ഗുമാണ് ഉച്ചയ്ക്കത്തെ ലഞ്ചിന്. അതും 15 മിനിറ്റിനുള്ളിൽ റെഡിയാവും കേട്ടോ. കുക്കറിൽ തന്നെ ബസ്മതി റൈസ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അതിനകത്ത് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ദാലുണ്ടാക്കാൻ 10 മിനിറ്റ്. സോ ദാലും ബസ്മതി റൈസും സാലഡും ബോയിൽഡ് എഗ്ഗും, കംഫർട്ടബിൾ ലഞ്ച്. പുറത്ത് നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ കട്ടൻ ചായയും ഒരു പരിപ്പുവടയൊക്കെ കഴിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. ഈ മഞ്ഞ് പെയ്യുന്ന സമയത്ത് പരിപ്പുവടയൊന്നും ഉണ്ടാക്കണില്ല, പക്ഷേ വട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലൊന്നും ഞാൻ വൈകുന്നേരത്തിന് സ്നാക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ വീട്ടിൽ തന്നെയല്ലേ, അതുകൊണ്ട് ഇന്ന് വട്ടയപ്പവും കട്ടൻ ചായയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മാളിലേക്ക് പോയി. പിന്നെ എനിക്ക് ബുക്ക് സ്റ്റോളിൽ നിന്ന് 2 പുസ്തകം മേടിക്കണമായിരുന്നു. അങ്ങനെ പുസ്തകമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ദയാസ് റെസിപ്പി.